ഓക്കെ, ശ്രീ കെ എം ആന്റണി, SIT-യുടെ അന്വേഷണം മുൻവിധിയോടെ ആയിരുന്നോ? നോക്കൂ, ഈ കേരള പോലീസിൻ്റെ കുരുത്തക്കേടുകൾ, ഈ ഗൂഢാലോചന കുറ്റത്തിൽ അതാണോ, ആ ആ കുരുത്തക്കേടുകളാണോ ഈ ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ ചാർജായിട്ട് എഴുതി ചേർക്കപ്പെട്ടത്? ഇപ്പം നോക്കൂ, ഈ പോലീസ് കെട്ടുകഥ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു തിരക്കഥ രചിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. മാത്രമല്ല, ഈ ഈ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു എന്ന് സംശയിക്കുന്ന ചിലരെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നില്ല. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒക്കെ ഉയരുന്നുണ്ട്. ശ്രീ അനിൽ നമ്പ്യാരെ, ഈ കേസ് ഇന്നിപ്പം ഇതിന്റെ വിധി നമുക്ക് വിധി പകർപ്പോ അല്ലെങ്കിൽ വിധി ജഡ്ജ്മെന്റോ പുറത്തേക്ക് വന്നിട്ടില്ല. അതിപ്പം വരാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ പോലീസ് ഏതെങ്കിലും രീതിയിൽ ഇതിനെ മറ്റൊരു രീതിയിൽ കണ്ട് മുന്നോട്ട് അന്വേഷണം പോയോ എന്നുള്ളതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. പോലീസിന് മതിയായ തെളിവുകൾ, കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ജഡ്ജ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഗൂഢമായ ആലോചനയാണ്. നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞാല് അതായത് നിഗൂഢമായിട്ടാണ്, അത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട 6 പേരും, പൾസർ സുനി അടക്കം 6 പേർക്കും അർഹമായ ശിക്ഷ കോടതി കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നതല്ലാത്ത ഇപ്പോൾ വെറുതെ വിട്ടുപോയ സിനിമാ നടൻ ശ്രീ ദിലീപ്, അദ്ദേഹത്തിനെ ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള മതിയായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ന് കരുതി ആരാണ്, ഒരു കൊട്ടേഷൻ അല്ലാതെ ഇത് എങ്ങനെ നടന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ അതിജീവിതയോട് തന്നെ ഇയാൾ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്നാം പ്രതി കൊട്ടേഷൻ ആണെന്നോ അങ്ങനെയുള്ള ആ രീതിയിലേക്ക് സംഭാഷണം വരുന്നുണ്ട്. ഇത് ആരുടെ കൊട്ടേഷൻ ആണെന്ന് അറിയാമല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കേസിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു കൊട്ടേഷനാണ്. കൊട്ടേഷൻ ആണെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളതാണ് അന്വേഷണത്തിലേക്ക് വരുന്നത്. ഇതില് സംഭവം നടന്ന് 6ാമത്തെ ദിവസം ഇതിലെ 1-ാം പ്രതിയെയും മറ്റൊരു പ്രതിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 2 മാസങ്ങൾക്കോ 2 മാസങ്ങളല്ല, 2 മാസങ്ങൾക്ക് ശേഷം ഇതിൽ കുറ്റപത്രം ആദ്യം ഒന്ന് സമർപ്പിച്ചതാണ്. അപ്പൊ അതിനർത്ഥം പോലീസ് തൃപ്തികരമായ ഒരു അന്വേഷണം നടത്തി അവിടെ കുറ്റപത്രം അവിടെ സമർപ്പിച്ചു എന്ന് തന്നെയാണ് അതിൽ കരുതേണ്ടത്. പിന്നീട് ചില തെളിവുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇതില് ആ മറ്റൊരാള്, ഒരു പ്രമുഖ സിനിമാ നടൻ ഇതിലേക്ക് ഉണ്ടെന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടുവരുന്നത്. കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചോ എന്ന് ചോദിച്ചാൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ മികവ് കേടെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. അത് പോലീസ് പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് മാധ്യമങ്ങള് പിന്തുടരുന്ന ഒരു കേസ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള വിവാദങ്ങൾക്ക് അടിസ്ഥാനമായ ഒരു കേസ്. ആദ്യം മുതൽ മൊത്തം നമ്മളത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഓരോ രീതിയിലുള്ള പ്രത്യേകതകളുള്ള ഒരു കേസാണ്. കാരണം ഇത് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിലാണ്. ഇതിപ്പോ ഈ കൊട്ടേഷൻ അല്ല എങ്കിൽ ഈ പറയുന്ന പ്രതി അല്ലാതെ മറ്റൊരാള്, ഇപ്പൊ വെറുതെ വിടപ്പെട്ട അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാത്ത പ്രതി അല്ലാത്ത മറ്റൊരാൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രീ കെ എം ആന്റണി, ഇന്നലെ വിട്ടയക്കപ്പെട്ട നടൻ ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്, അതായത് കേരള പോലീസിലെ ക്രിമിനലുകൾ ഗൂഢാലോചന നടത്തി എന്നാണ് പറഞ്ഞത്. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അത്. മാത്രമല്ല, ഈ നടൻ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അത് ചെറിയ കാര്യമല്ല. കാരണം അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ, ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. തനിക്കെതിരെ കെട്ടിച്ചമച്ച കഥയാണ്, അതിന് പിന്നിൽ പോലീസിലെ ഒരു ഉന്നത, അവരിപ്പോൾ സർവീസിലില്ല, മാത്രമല്ല അവരുടെ ടീമിൽ ചില ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർ, അവരൊക്കെ ചേർന്ന് രചിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു പ്ലോട്ട് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് വിട്ടയക്കപ്പെട്ട ആൾ പറയുന്നു, നടൻ പറയുന്നു. നടൻ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നു. ഇതിനെയൊക്കെ നമുക്ക് ലാഘവത്തോടെ കാണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നടൻ മാത്രമല്ല, വിട്ടയക്കപ്പെട്ട പ്രമുഖ നടൻ ദിലീപ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിഭാഷകനായിട്ടുള്ള പ്രമുഖ അഭിഭാഷകനും അദ്ദേഹം നടത്തിയ ആദ്യത്തെ ഇന്റർവ്യൂവിൽ
ഇതിന്റെ വിധി പറഞ്ഞതിന് ശേഷം നടത്തിയ ഇന്റർവ്യൂവിലും ആ രീതിയിലുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫാൾസ് ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇവര് ഈ പറഞ്ഞ നടന്റെ പേരിൽ തയ്യാറാക്കിയതേ എങ്കിൽ അത് ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നടൻ 85 ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 8-8.5 വർഷക്കാലത്തോളം അയാൾ മാനസികമായി പീഡ അനുഭവിച്ചിട്ടുണ്ട്. അയാൾ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു, അല്ലെ അവഹേളിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ നടൻ എന്നുള്ള രീതിയിലുള്ള ബിസിനസ്, തൊഴില്, ഇതിനെല്ലാം ദോഷം സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ തേടിയെടുത്ത അല്ലെ കണ്ടെത്തിയ തെളിവുകൾ അയാൾ ശിക്ഷിക്കാൻ തക്കതായിരുന്നില്ല. ഇപ്പൊ സാധാരണഗതിയിൽ അതിൽ പോകാൻ പറ്റും. ചിലപ്പോ ഇങ്ങനെ പ്രമുഖരായ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർത്ത് ഒരു ആരോപണം ഇതിൽ പറയുന്നുണ്ടെന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ഇതിലേക്ക് വരും, അല്ലെങ്കിൽ അതിന് ഒരു ഡാമേജ് സ്യൂട്ട് ഫയൽ ചെയ്താല്, അതല്ലെങ്കിൽ ഇപ്പം BNS-ന്റെ 248 എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പിൽ കുറച്ച് ഗൗരവതരമായ ശിക്ഷാവിധികൾ അതിൽ പറയുന്നുണ്ട്. അതായത് വ്യാജമായിട്ടൊരു കുറ്റപത്രം തയ്യാറാക്കുകയോ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടിയ ശിക്ഷയ്ക്കുള്ള കേസിലേക്കാണ് അയാളുടെ പേരിലേക്ക് ആരോപണം നടത്തിയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അതിനാണ് അയാളെ ശിക്ഷിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ 10 വർഷം തന്നെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അതെന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ വലിയ ഭീമമായ ഒരു തുക നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുവാനും സാധിക്കും. അതിപ്പം അങ്ങനെ പോകുന്നതിനുള്ള അവകാശം വെറുതെ വിടപ്പെട്ട ഈ പ്രതിയാക്കപ്പെട്ട ഈ നടനുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മഹത്വം എന്ന് പറയുന്നത്. കാരണം ആരെങ്കിലും തെളിവുകൾ ഇല്ലാതെ കുറ്റാരോപിതനായി ഈ ഇത്രമാത്രം 8.5 വർഷക്കാലം അന്വേഷണവും വിചാരണയും എല്ലാം നേരിട്ട ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് അത് പോകാനുള്ള അവകാശവും കൂടി നമ്മുടെ നിയമവ്യവസ്ഥ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് ഈ പക്വതയില്ലാതെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളോ ഈ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമായിരുന്നു, എന്നിട്ട് ശേഖരിക്കാതിരുന്നോ എന്നുള്ളതിനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് വിവാദങ്ങൾ ഇതിന്റെ ആരംഭം തൊട്ടുണ്ട്. ഇതിനോടനുബന്ധമായിട്ട് പല കേസുകളും വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി മാധ്യമങ്ങൾ അന്വേഷിച്ച, അല്ലെ മാധ്യമങ്ങളുടെ ചർച്ചകൾക്കും അവരുടെ മാധ്യമങ്ങളുടെ വിചാരണയ്ക്കും ഒക്കെ ഒപ്പം അന്വേഷണത്തെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. കാരണം തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പരമമായ കടമ. അപ്പൊ അത് കൃത്യമായിട്ട് ശേഖരിച്ച് അതിന് അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊന്നും ചെവി കൊടുക്കാൻ സമയം കിട്ടില്ല. കൃത്യമായിട്ട് അന്വേഷിക്കണം. അങ്ങനെ ഇല്ല എങ്കിൽ അതിപ്പോ കോടതിയിൽ തെളിവ് ശേഖരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിപ്പം എന്തായാലും ആരും അവരെ സ്വയം കുറ്റമേൽക്കില്ല. അന്വേഷണം ഞങ്ങളുടെ മോശമായിരുന്നു എന്ന് പോലീസോ അതല്ലെങ്കിൽ കേസ് നടത്തിയത് പോരായ്മയുണ്ടെന്നുള്ളത് പ്രോസിക്യൂഷനോ ഒന്നും സമ്മതിക്കില്ല. എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ച് തന്നെയാ പോകുന്നത്. ഇപ്പം വെറുതെ വിടപ്പെട്ട പ്രതിയും അത് തന്നെയാ പറയുന്നത്, ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആര് കുറ്റക്കാരനാണ്? ആരുമല്ല. അപ്പൊ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ കോടതി അതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അതായത് നടൻ ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നാണിപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അദ്ദേഹം കുറ്റമേ ചെയ്തിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് കൊട്ടേഷൻ നൽകിയത്? സാറ് തന്നെ നേരത്തെ പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ് എന്നകത്ത് യാതൊരു സംശയവുമില്ല. ഈ പൾസർ സുനി അതിജീവിതയോട്, നടിയോട് അക്കാര്യം പറയുന്നുണ്ട്, ഇതൊരു കൊട്ടേഷനാണെന്ന് പറയുന്നുണ്ട്, സംഭാഷണ മധ്യേ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു കൊട്ടേഷനാണ്. ദിലീപ് അത് ചെയ്തിട്ടില്ല. ദിലീപിനെ ബന്ധിപ്പിക്കാവുന്ന തെളിവുകളൊന്നുമില്ല, അതിലേക്ക് ബന്ധിപ്പിക്കാവുന്ന തെളിവുകളൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ആ കൊട്ടേഷൻ ആര് നൽകി? അതും കണ്ടെത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതാര് നടത്തി, ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് ഇനിയെങ്കിലും കണ്ടെത്തേണ്ടതല്ലേ, അന്വേഷിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടം തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്.